കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ വന്ന പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. നോട്ടിഫിക്കേഷൻ നോക്കുന്നതിന് മുൻപ് നിങ്ങൾ കരിയർ വെബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് അതർ കോൺട്രാക്ച്വൽ ജോബ് നോട്ടിഫിക്കേഷൻസ് സമയത്തിന് നിങ്ങളടുത്തെത്തുന്നതാണ്. നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ മണ്ണുത്തി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വിങ് ഓഫീസിലേക്ക് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റർ കിഫ്ബി പ്രൊജക്റ്റിൻ്റെ പദ്ധതിയുടെ നടത്തിപ്പിലേക്കായി താഴെ പറയുന്ന തസ്തികകളിലേക്ക് പരമാവധി 2 വർഷ കാലയളവിലേക്കോ അല്ലെങ്കിൽ പ്രവൃത്തി പൂർത്തീകരണം വരെയോ താൽക്കാലിക വേതനാടിസ്ഥാനത്തിൽ നിയമിക്കേണ്ടതുണ്ട്. 2 വർഷം കാലയളവിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കഴിയുന്നത് വരേക്കോ ആണ് താൽക്കാലിക വേതനാടിസ്ഥാനത്തിൽ നിയമന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് തസ്തിക എന്ന് നമുക്ക് നോക്കാം. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിലാണ്. ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ ഓർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തത്തുല്യ തസ്തികയിൽ 2020 ശേഷം വിരമിച്ചവരും കുറഞ്ഞത് 10 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഉള്ളവരും ആയിരിക്കണം. 59,300 പ്രതിമാസ വേതനം കൊടുത്തിരിക്കുന്നത്. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ബിടെക് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള 2020 ശേഷം തത്തുല്യ തസ്തികയിൽ വിരമിച്ചവരോ കെട്ടിട നിർമ്മാണ മേഖലയിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവരോ ആയിരിക്കണം. 46,730 വേതനം പറഞ്ഞിരിക്കുന്നത്. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ബിടെക് തത്തുല്യ യോഗ്യത ഉള്ളവരോ 2020 ശേഷം തത്തുല്യ തസ്തികയിൽ വിരമിച്ചവരോ കെട്ടിട നിർമ്മാണ മേഖലയിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഉള്ളവരോ ആയിരിക്കണം. 46,730 സാലറി പറഞ്ഞിരിക്കുന്നത്. ഓവർസിയർ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 3 വർഷ ഡിപ്ലോമ ഉള്ളവരും കെട്ടിട നിർമ്മാണ മേഖലയിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഉള്ളവരും ആയിരിക്കണം. 22,240 സാലറി സ്കെയിൽ. ഓവർസിയർ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 3 വർഷ ഡിപ്ലോമ ഉള്ളവരും കെട്ടിട നിർമ്മാണ മേഖലയിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഉള്ളവരുമായിരിക്കണം. 22,240 സാലറി. ആദ്യ നിയമനം 1 വർഷ കാലയളവിലേക്കായിരിക്കും. സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ ജോലി ചെയ്യുവാൻ സന്നദ്ധരായവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. സർക്കാരിൻ്റെ പ്രൈസ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യക്തമായ അറിവും പ്രാവീണ്യവും പരിചയവും അത്യാവശ്യമാണ്. കിഫ്ബി പ്രവൃത്തികളുടെ മേൽനോട്ട പരിചയം അഭിലഷണീയമാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതയും പ്രവൃത്തി പരിചയവും മറ്റ് അനുബന്ധ യോഗ്യതകളും തെളിയിക്കുന്ന രേഖകൾ മാർച്ച് 10 വൈകുന്നേരം 5:30 മുൻപാകെ ഈ കാണുന്ന മെയിലിലേക്ക് സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിന് ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്നും പറഞ്ഞിരിക്കുന്നു. ലഭ്യമായ അപേക്ഷകളിൽ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുത്ത് പിന്നീട് അഭിമുഖത്തിന് ക്ഷണിക്കുന്നതാണ്. മേൽ നിയമനം കാരണം കൂടാതെ ഏതൊരു ഘട്ടത്തിലും റദ്ദാക്കാനുള്ള അധികാരം താഴെ ഒപ്പുവയ്ക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. സർവകലാശാല നിഷ്കർഷിക്കുന്ന ഒരു ഉടമ്പടി വെക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ബാധ്യസ്ഥനായിരിക്കും. നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. 5 തസ്തികയിലേക്കാണ് നിയമനം വന്നിരിക്കുന്നത്. എല്ലാം ഒരു വാക്കൻസി വീതമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് വയനാടാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ സർവകലാശാലയിൽ വർക്ക് ചെയ്യാൻ സന്നദ്ധരായവരായിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നു. സാലറി സ്കെയിലും യോഗ്യതയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നിങ്ങൾ വിശദമായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ മെയിൽ ത്രൂ നിങ്ങളെ ബയോഡാറ്റയും യോഗ്യതയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ബാക്കി ഡോക്യുമെൻസും വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാർച്ച് 10 ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓർമ്മിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ. അടുത്ത ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക്